അഗ്നിയായി നിറയണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, രോഗത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ, ശാപത്തിൻ ശക്തിമേൽ നിൻ അഗ്നി അയക്കൂ. ആത്മാവാം ദൈവമേ അഗ്നി അയക്കൂ. ഒരു മനുഷ്യന് മാത്രമേ തൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കാനും പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനുള്ള കഴിവുള്ളൂ. മൃഗങ്ങൾക്ക് സ്വാഭാവിക പ്രവണതയാണ്. അതുകൊണ്ടാണ് പറയുന്നത് കുഞ്ഞുങ്ങളെ നമ്മൾ ആദ്യം ഹൃദയത്തിൽ സ്വീകരിച്ചിട്ട് വേണം ആ കുഞ്ഞുങ്ങളെ ഉദരത്തിൽ സ്വീകരിക്കാൻ. അല്ലാതെ കുഞ്ഞുങ്ങൾ അനുഗ്രഹം പ്രാപിക്കില്ല. പിന്നെ ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെ ദൈവം ഒരു കുഞ്ഞിനെ തന്നു കഴിയുമ്പോൾ, നമുക്കറിയാം നമ്മളിവിടെയൊക്കെ മദ്രാസിലൊക്കെ ജീവിക്കുമ്പോൾ, ചെന്നൈയിലൊക്കെ ജീവിക്കുമ്പോൾ, പ്രിയപ്പെട്ട മക്കളെ, കുഞ്ഞുങ്ങൾ അധികം ഉണ്ടാവാതിരിക്കാൻ നല്ല നമ്മളെല്ലാവരുടെയും ആഗ്രഹം. ഒന്നല്ലെങ്കിൽ രണ്ട്. ഇപ്പം അത്രയും പോലും അല്ലെങ്കിൽ നഷ്ടമില്ല എന്ന് പറയുന്ന രീതിയാണ് പലരുടെയും. കാരണം എന്താ? എന്ത് ചിലവാണെന്നറിയോ? നമ്മളൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കുഞ്ഞുങ്ങളെക്കുറിച്ച് നമുക്ക് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്, ഇല്ലേ? എൻ്റെ മകനും മകളും പഠിച്ച് എഞ്ചിനീയർ ആവണം, ഡോക്ടർ ആവണം, കളക്ടർ ആകണം, IAS ആകണം, IPS ആകണം എന്നിങ്ങനെ വലിയ വലിയ സ്വപ്നങ്ങളാണ്. കൊച്ചു പ്രായം പറഞ്ഞ മക്കളെ പഠിച്ചോ 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 ഇത് മാത്രമേ പറയുള്ളൂ. അവിടെ എന്താ? ഏറ്റവും ബെസ്റ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എഡ്യൂക്കേഷൻ, ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല മോഡേൺ എക്യുപ്മെൻറ്റ്സ് എല്ലാം കൊടുക്കും. അങ്ങനെ ഈ മക്കളെക്കുറിച്ച് വലിയ വലിയ സ്വപ്നങ്ങൾ നേരുന്നവരാണ് നമ്മൾ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഓർക്കണം, എഴുതി തുടങ്ങുന്നതിന് മുമ്പ് എഞ്ചിനീയർ ആക്കണമെന്നും, പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പ് പൈലറ്റ് ആക്കണമെന്നും, മൂളി തുടങ്ങുന്നതിന് മുമ്പ് 3 കോടി നേടുന്ന സ്റ്റാർ സിംഗർ ആക്കണമെന്നൊക്കെ മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്യുന്നവരാണ്. ഇന്ന് മക്കൾ വെറുതെ പഠിച്ചാൽ മതിയോ? പോരാ. നന്നായിട്ട് ആടണം, പാടണം, ചക്രച്ചെരുപ്പയിൽ ഓടണം, സകല കലാവല്ലഭനും വല്ലഭയുമായിട്ട് നമ്മുടെ മക്കൾ മാറണം. അതിനുവേണ്ടി ഏറ്റവും ബെസ്റ്റ് ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മക്കളുടെ എണ്ണം പോലും കുറച്ചിരിക്കുക. എന്നിട്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ മക്കൾ പഠിച്ചു വളർന്ന് വലുതായി ഒരു കാര്യത്തെത്തും. അതാണ് നമ്മുടെ വലിയ സന്തോഷം. എന്നാൽ നമ്മളൊരു കാര്യം ഓർക്കണം, ദൈവമായ കർത്താവ് നമുക്ക് സമ്മാനമായി ഒരു കുഞ്ഞിനെ തരുമ്പോൾ ആ ദൈവത്തിന് ആ കുഞ്ഞിനെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ദൈവം സമ്മാനമായി തരുന്ന നമ്മുടെ മക്കളെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം മാതാപിതാക്കൾ തിരിച്ചറിയാത്തതാണ് ഏറ്റവും വലിയ ദുരന്തം. ഒരിക്കൽ ഞാൻ പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഒരു ചേട്ടൻ പറഞ്ഞു, അച്ഛാ, നിങ്ങൾ അച്ഛന്മാർക്കും കന്യാസ്ത്രീകൾക്കും ദൈവത്തിൻ്റെ സ്വപ്നം അറിയാം. ഞങ്ങൾ ഈ പാവപ്പെട്ട അൽമേനികൾ എങ്ങനെയാ അച്ഛാ ഞങ്ങൾ ദൈവത്തിൻ്റെ സ്വപ്നം അറിയണത്? ഞാൻ ചോദിച്ചു, ചേട്ടാ എന്താ ഇത്? വാട്ട് ഈസ് ദിസ്? ഇതെന്താ? ബൈബിളാണെന്ന് എനിക്കറിയാം. എന്താ ഇത്? എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ മക്കളെക്കുറിച്ചും ദൈവം എഴുതി വെച്ചിരിക്കുന്ന സ്വപ്നത്തിൻ്റെ ഒരു പുസ്തകമാണ് ഇത്. എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും നമ്മുടെ മക്കളെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്വപ്നം എഴുതി വെച്ചിട്ട് പുസ്തകം എടുത്തു വായിക്കണം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായം 15-ാം തിരുവാക്യം. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വെളിപ്പെടുത്തുക: ഏക ശരീരവും ഏക ആത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത്. അടുത്ത വചനം വായിക്ക്. ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ മറ്റെന്താണ് ഞാൻ നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്? നോക്കിയേ പൊന്നു മാതാപിതാക്കളെ, മാതാപിതാക്കളുടെ ബുദ്ധിയും ശക്തിയും കഴിവൊക്കെ മക്കൾക്ക് ഉണ്ടാവുള്ളൂ. ശരിയാണോ? അതുകൊണ്ട് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കരുത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് മക്കളെ പഠിച്ചോ എന്ന് പറഞ്ഞ് ഭയങ്കര പഠിപ്പീരാണ്. പക്ഷേ മക്കൾക്ക് അവരുടേതായ കഴിവുകളും കപ്പാസിറ്റിയൊക്കെ ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഭാരപ്പെടുത്തരുത്. നാളൊരിക്കൽ ഒരു മകൻ, അവൻ 4-ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ സ്കൂളിൽ നിന്ന് വന്നു, അപ്പന് മാർക്ക് ഷീറ്റ് കാണിച്ചു കൊടുത്തു, കണക്കിൻ്റെ മാർക്ക് ഷീറ്റ്, 196 മാർക്ക്. അപ്പന് ദേഷ്യം, അപ്പൻ വടിയും എടുത്തു. നീ അവനെ കണ്ട് പഠിക്കടാ, അവളെ കണ്ട് പഠിക്കടാ, നിന്നെ ട്യൂഷന് വിട്ടിട്ട് 100 മേടിക്കാൻ പറ്റിയില്ലടാ, നിന്നെ അടിച്ച് ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞ് അടിക്കാൻ വേണ്ടി വടി ഓങ്ങി. അവൻ അപ്പ തല്ലല്ലേ, ഞാൻ അടുത്ത പ്രാവശ്യം എങ്ങനെയും മേടിച്ചോളാം, എങ്ങനെയും മേടിച്ചില്ലെങ്കിൽ നിന്നെ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മകൻ മറ്റൊരു പേപ്പറും കൊണ്ടുവന്നു, കണക്കിൻ്റെ തന്നെ പേപ്പർ. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പന് ഭയങ്കര ദേഷ്യം, 104 മാർക്ക്. അപ്പൻ വടിക്കാൻ വേണ്ടി വടിയെടുത്തു. നീ എന്നെ കളിയാക്കാൻ വേണ്ടി 4 മാർക്കാണ് വരും, നിന്നെ ഇപ്പം ശരി. അപ്പ തല്ലല്ലേ, എങ്ങനെ നിന്നെ തല്ലാണ്ടിരിക്കണത്? പപ്പ സൂക്ഷിച്ച് നോക്ക, എൻ്റെ അല്ല, അപ്പൻ്റെ പഴയ പേപ്പറാ. പ്രൈസ് ദി ലോർഡ്. അന്ന് അപ്പം പഠിച്ചപ്പോൾ കണക്കിന് 100-ൽ 4, ഞാൻ 96 മേടിച്ചിട്ട് പോരാ. പൊന്നു മക്കളെ, ദൈവത്തെ ഓർത്ത് അനാവശ്യമായിട്ട് ഭാരപ്പെടുത്തരുത്. നിങ്ങളുടെ ബുദ്ധിശക്തിയും കഴിയൊക്കെ എല്ലാവരും എഞ്ചിനീയറാക്കാൻ നിൽക്കല്ലേ, എല്ലാവരും ഡോക്ടറാക്കാൻ നിർത്തല്ലേ,
ഇന്ന് ഞാൻ ഒരു കാര്യം പറയാം. ഈ നമ്മുടെ മലയാളികൾക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ മക്കൾ ഒരു എഞ്ചിനീയർ ഡോക്ടറേക്ക് സ്റ്റാൻഡേർഡ് കുറവാണെന്ന്. അതുകൊണ്ട് ഇന്ന് നമ്മുടെ മലയാളികളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മക്കളെ കയറ്റി വിടും. എങ്ങോട്ടെന്നറിയാമോ? ഉപരിപഠനത്തിന് പറഞ്ഞ് ഈ റോക്കറ്റ് വിടുന്ന പോലെ മുകളിലോട്ട് വിടും. എങ്ങോട്ടാണ് വിടുന്നത്? വിടുന്ന രാജ്യങ്ങൾ ചൈന, റഷ്യ, ക്രൊയേഷ്യ, ബോസ്നിയ, ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലാത്ത അനേകം നാട്ടിലേക്ക് കയറ്റിവിടും. ഓ, അവിടെ MBBS 25 ലക്ഷം മതിയതേ, ഇവിടെ 75,000 പറ്റില്ല. ചുളിവിൽ ഒരു MBBS ഒരു എഞ്ചിനീയറിങ്ങോ കിട്ടാന്ന് പറഞ്ഞാൽ മലയാളിക്ക് മക്കളെ എങ്ങോട്ട് കയറ്റിവിടാനും ഒരു കുഴപ്പമില്ല. പക്ഷേ മാതാപിതാക്കൾ നിങ്ങളൊരു കാര്യം അറിയണം, ഇങ്ങനെ പോകുന്ന അനേകം മക്കൾ ആത്മാവ് നഷ്ടപ്പെട്ടാ വരുന്നുള്ള കാര്യം നിങ്ങൾ അറിയുന്നില്ല. ഞാൻ ഓർക്കാണ്, ഒരിക്കൽ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവിടെ ഏകദേശം 6 കുട്ടികൾ ധ്യാനിക്കാൻ വേണ്ടി വന്നു. ആ പെൺകുട്ടികൾ അവിടെ ധ്യാനിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ വചനം കേൾക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുക. താമസിക്കുന്ന ധ്യാനമാണ്, പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിനോട് അച്ഛൻ അറിയോ, ഞാൻ 6 വർഷം 6 പേരുടെ കൂടെയാണ് ജീവിച്ചത്, ഒരൊറ്റ ഒരെണ്ണത്തിന് വിശുദ്ധിയില്ല. എങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ എങ്ങനെ പറ്റും? ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇവിടുന്ന് പഠിക്കാനാണെന്നും പറഞ്ഞ് അങ്ങോട്ട് കയറ്റിവിടും. അവിടെ ചെല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല. ചിലപ്പോൾ 3 ആണുങ്ങളും 2 പെങ്കൊച്ചുങ്ങളും, അല്ലെങ്കിൽ 3 പെങ്കൊച്ചുങ്ങളും 2 ആണുങ്ങളും, ഇങ്ങനെയൊക്കെ ഒരുമിച്ചാണ് കഴിയുന്നത്. ചോദിക്കാനും പറയാനും ആരുമില്ല, പള്ളിയില്ല, പട്ടക്കാരനില്ല. പ്രിയപ്പെട്ടവരെ കാണുന്ന മുഴുവൻ മ്ലേച്ഛതയാണ്. അവിടുത്തെ പ്രത്യേകമായ സാഹചര്യത്തിൽ ചിലപ്പം ഒരു തവണ പാപത്തിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം എല്ലാവരും ചെയ്യുന്ന പാപമാണ് ചിന്ത തല്ലോട്ട് കയറും. അവസാനം ഇവരൊക്കെ പഠിച്ച് കടന്നു വരുമ്പോൾ ആത്മാവ് നഷ്ടപ്പെട്ടാണ് പലരും വരും. എല്ലാവരെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, അങ്ങനെ ഞാൻ പറയുന്നത്. പക്ഷേ അതിൻ്റെ സാധ്യത വളരെയേറെയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം വർഷങ്ങൾ മുമ്പ് ബൈബിളിൽ കുറിച്ച് വെച്ച കാര്യം ആർക്കെങ്കിലും അറിയാവോ? തോബിത്തിൻ്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി കുറിച്ച് തിരിച്ചിങ്ങനെയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അന്ന കരഞ്ഞുകൊണ്ട് ഇങ്ങനെ ചോദിച്ചു. എന്താ ചോദിച്ചത്? നമ്മുടെ കുഞ്ഞിനെ എന്തിനാ ഇത്രയും ദൂരേക്ക് വിട്ടത്? അവൻ നമുക്കൊരു താങ്ങാകുമായിരുന്നില്ലേ? പണമല്ല പ്രധാനം, അവൻ നമ്മുടെ മക്കളെക്കാൾ വിലപ്പെട്ടതുമല്ല. ദൈവം തന്ന ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ജീവിച്ചാൽ പോരെ. നോക്ക് മക്കളെ, വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വിളിക്കുക, എന്തിനാ നമ്മുടെ കുഞ്ഞിനെ അങ്ങോട്ട് കയറ്റി വിട്ടത്? പണമല്ല പ്രധാനം, ജോലിയല്ല പ്രധാനം, അത് നമ്മുടെ മക്കളെക്കാൾ വിലപ്പെട്ടതുമല്ല. ദൈവം തരുന്ന ജീവിത സാഹചര്യം കൊണ്ട് ജീവിച്ചാൽ പോരെ. ഞാൻ ഓർക്കാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ സ്വന്തം ഒരു സഹോദരി, ആ സഹോദരി 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഞാനൊരു കൊച്ചുകുട്ടിയാണ്. ആ ചേച്ചി വളരെ ആഗ്രഹത്തോടുകൂടി ബാംഗ്ലൂർ പഠിക്കാൻ പോകാൻ വേണ്ടി ചോദിച്ചു. എൻ്റെ അപ്പം പറഞ്ഞു പോകണ്ടില്ല, ഞാൻ നിന്നെ വിടില്ല. കാരണം അവിടെ നമുക്കറിയാവുന്ന സിസ്റ്റേഴ്സ് ഇല്ല, നമുക്കറിയാവുന്ന പള്ളിയില്ല, നമുക്കറിയാവുന്ന ഗവൺമെൻറ് ഇല്ല, പോകണ്ടെന്ന് പറയും. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞിനെ പുറത്തേക്ക് പഠിക്കാൻ വിടുമ്പോൾ ആദ്യം ചോദിക്കും, അവിടെ പെൺകുട്ടിയാണെങ്കിൽ സിസ്റ്റേഴ്സ് നടന്ന ഹോസ്റ്റലുണ്ടോ, അവിടെ അച്ഛന്മാരുടെ പള്ളിയുണ്ടോ, ആത്മീയ കാര്യങ്ങളുണ്ടോ? ഇല്ല. ശരിയാണോ? പണ്ട് അങ്ങനെ ചോദിക്കുന്ന കാലം ഉണ്ടായിരുന്നു. എൻ്റെ പെങ്ങളെ വിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പച്ചൻ സഹർഷനെ പറഞ്ഞു, നീ ഇവിടുന്ന് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിവേ, ആ സഹോദരിയെ ദൈവം ഒരു സിസ്റ്ററാക്കി മാറ്റി. ആളിപ്പോൾ റോമിലാണ്, അത് ദൈവാനുഗ്രഹം. പക്ഷെ ഞാൻ പറയുകയാണ്, അന്ന് ആ അപ്പന് അത്രയും വിവരമില്ലാത്ത അപ്പന് പോലും ബോധ്യമുണ്ടായിരുന്നു, കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുമ്പോൾ ദൈവവിശ്വാസമില്ല, നാട്ടിലേക്ക് പറഞ്ഞു വിടരുത്. ഇന്ന് പണത്തിന് വേണ്ടി നമുക്ക് ചില ചിന്തയുണ്ട്, വിദേശത്ത് പോയാൽ മാത്രമേ രക്ഷപ്പെടൂ, വിദേശത്ത് പോയാൽ രക്ഷപ്പെടില്ലെന്നോ, വിദേശത്ത് പോയാൽ എല്ലാം മോശക്കാരാണോ നല്ല അച്ഛൻ പറയണത്. പൊന്നു മാതാപിതാക്കളെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയാണ്, നിന്റെ മക്കൾക്ക് നീ ദൈവഭക്തിയിൽ പരിശീലനം കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ കുടുംബം തകരും, നിന്റെ മക്കൾ തകരും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 27-ാം അധ്യായത്തിൽ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇങ്ങനെയാണ് പറയുക, അയക്കാം. ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം, കുടുംബം അതിവേഗം നശിക്കും. ഇന്ന് മക്കളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം, യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇന്ന് ചെല്ലുമ്പോൾ ഇതേ ദുരന്തം അവിടെ നടന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ? മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടതെല്ലാം കൊടുത്തു, കമ്പ്യൂട്ടർ, മൊബൈല്, ലാപ്ടോപ്പ് എന്ന് വേണ്ട എല്ലാ സാങ്കേതിക വിദ്യകളും, എല്ലാ ഫ്രീഡവും കൊടുത്തു. ഈശോയെ മാത്രം കൊടുത്തില്ല, ദൈവഭക്തി മാത്രം പരിശീലിപ്പിച്ചില്ല. അവസാനം എന്ത് സംഭവിച്ചു? ആണും കൂടെ കല്യാണം, പെണ്ണും കൂടെ കല്യാണം, ആണും പെണ്ണും കൂടെ കല്യാണം കഴിച്ചില്ലേലും കുഴപ്പമില്ല. ഒരു വല്ലാത്ത ദുരന്തം ഇന്ന് നടന്നുകൊണ്ടിരിക്കുക, നമ്മുടെ നാട്ടിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ട, ദൈവഭക്തിയിൽ പരിശീലിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് സമയമില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മക്കളെ പഠിപ്പിക്കാനും അവരെ കൊണ്ട് വലിയ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിക്കാനും ഓട്ടത്തിനിടയിൽ പലപ്പോഴും പ്രിയപ്പെട്ടവരെ ദൈവഭക്തിയുടെ പരിശീലനം നഷ്ടപ്പെടുത്തുകയാണ് മക്കൾ. ഓർക്കണം, നമ്മുടെ മക്കൾ പഠിച്ച് എഞ്ചിനീയറിംഗ് ഡോക്ടറുമാകാൻ തത്രപ്പാടിൽ ഞായറാഴ്ചയും കൂടെ എൻട്രൻസ് കോച്ചിങ്, അത് കഴിഞ്ഞാൽ വേറെ കോച്ചിങ്, ട്യൂഷന്, ഒരു സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് പോലും നേരമില്ല. മക്കൾ പഠിക്കാനുള്ള സമയമല്ലേ? എന്നിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മക്കളോട് പല നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ഞാൻ ഒരിക്കൽ വിദേശത്ത് പോയിട്ട് വന്ന സമയത്ത് എന്നോടൊരു
അങ്കിളുടെ മോൻ്റെ മോൻ കെവിൻ ചോദിച്ചു, അച്ഛൻ എവിടെ പോയിട്ടാണ് വന്നത്? ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത്. അവിടെ മലയാളികളൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ട് മോനെ. അപ്പോൾ ആ മോനോട് ചോദിച്ചു, ഈ മലയാളികൾ ആർക്കും ഇഷ്ടമില്ലാത്തൊരു ദേശമുണ്ട്, ഏതാണെന്നറിയാവോ? അപ്പം ഞാനോർത്ത് നമ്മുടെ മലയാളിക്ക് ഇഷ്ടപ്പെടാത്ത ദേശമോ? എല്ലാ ദേശത്തും നമ്മൾ മലയാളികൾ പോകണമല്ലേ? ഞാൻ പിന്നെ ഇങ്ങനെ ഊഹിച്ച് പറഞ്ഞു, അന്റാർട്ടിക്ക നോ, സഹാറ മരുഭൂമി നോ. അവന് എന്നോട് ചോദിച്ചു. ഞാൻ പറയാം, എടാ ഏതാ അത്? അച്ഛൻ 1000 കടം കുടിച്ചോ? എന്നാൽ ഞാൻ പറയാം, 1000 2000 കടം കുടിച്ചു. പറ ഏതാണിത്? മലയാളികൾക്ക് ഒട്ടും ഇഷ്ടമാത്ത ദേശമുണ്ട്, അതാണ് ഉപദേശം. ഞാൻ ഞെട്ടിപ്പോയി. ഇടാ ഇവൻ്റെ ഒരു ബുദ്ധിയെ. ഇന്ന് നമ്മുടെ മാതാപിതാക്കളെ ഓർക്കണം, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടാത്ത ഒരേ ഒരു ദേശമാണ് ഉപദേശം. ഇന്ന് മക്കള് മാതാപിതാക്കളെ പ്രിയപ്പെട്ട ഉപദേശിക്കാൻ ബഹുമിടുക്കരാ. മക്കളെ പള്ളിയിൽ പോകണം, പ്രാർത്ഥിക്കണം, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, എല്ലാം കൃത്യം പറയും. എന്നിട്ടോ ഈ മക്കൾ എപ്പോഴാണ് പള്ളി, ഈ അപ്പന്മാരെപ്പോഴാണ് പള്ളിയിൽ പോണത്? മണിയടിച്ച് 4 മണിയടിച്ച് അവിടെ പോയി പുറകിൽ ആ മോണ്ടടത്തിൽ അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ട്രാഫിക് പോലീസ് ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലെ നിൽക്കും. എന്നിട്ടോ വൈദികൻ പറയാണ് വിശുദ്ധ കുർബാന ഇതൊന്നും സ്വീകരിക്കാനുള്ള യോഗ്യത എനിക്കില്ലേ എന്നും പറഞ്ഞ് കിട്ടിയ 2 വീലറോ 4 വീലറോ ഉണ്ടെങ്കിൽ അതും എടുത്ത് വീട്ടിലോട്ട് വിടാനാണ് ഇന്ന് മാതാപിതാക്കൾ പലരും ചിന്തിക്കുക. പൊന്നുമക്കളെ, നിങ്ങൾ എത്ര ഉപദേശിച്ചാലും ആ മക്കൾ കേൾക്കില്ല. ഞാൻ ഒരു സംഭവം പറയാം. ഒരിക്കൽ അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ആയിരിക്കുന്ന സമയത്ത് അവിടെ ഊട്ടിയിൽ നിന്ന് ഒരു ചേട്ടൻ അവിടെ വന്നു. അയാളൊരു മകനെയും കൊണ്ടാണ് വന്നത്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെയും കൊണ്ട്. എന്നിട്ട് അവിടെ വന്ന് ഓഫീസിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈസ് ദ ഫാദർ, ഐ വോണ്ട് ടു മീറ്റ് ഖാൻ ഫാദർ, ഈസ് ഹി ഹിയർ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് മലയാളം അറിയത്തുള്ളൂ, പ്ലീസ് മലയാളത്തിൽ പറ. അപ്പോൾ ഈ ഖാൻ ഫാദർ ആൾ ഇവിടെയാണോ എന്ന് ചോദിച്ചു. ഇവിടെയാണോ താമസം? ഇതാണ് ഖാൻ ഫാദർ താമസസ്ഥലം. എന്താ? അല്ല, എനിക്ക് ഖാൻ ഫാദറിനെ ഒന്ന് കാണണം, ഞാൻ ഊട്ടിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു, സോറി എൻ്റെ മോനെ കൂട്ടിയാണ് വന്നിരിക്കുന്നത്, അച്ഛൻ ഇവിടെ ഇല്ല, അച്ഛൻ പുറത്ത് പോയതാണ്, ഒരാഴ്ച കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ ഊട്ടിയിൽ നിന്ന് വന്ന് വെറുതെ ആയിപ്പോയല്ലോ. അപ്പോൾ ചോദിച്ചു, എന്തിനാണ് വന്നത്? അത് എൻ്റെ മോനെ കൊണ്ടുവന്ന് അച്ഛനെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാനാണ്. അപ്പോൾ അവർ പറഞ്ഞു, സോറി അച്ഛനില്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യും? അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ ഒരു പണി ചെയ്യാം, ഇവിടെ വേറൊരു സീനിയർ അച്ഛനുണ്ട്, അച്ഛനെടുത്ത് കൊണ്ട് പ്രാർത്ഥിപ്പിക്കാം. ഓക്കെ ഫൈൻ, ലെറ്റ്സ് ഗോ. എന്നാൽ അങ്ങോട്ട് പോവാം. അങ്ങോട്ട് അവർ കൊണ്ടുവന്ന് എൻ്റെ മുറിയിലേട്ടാണ്. ഞാൻ സീനിയർ ആണെങ്കിൽ എനിക്കൊരു ലുക്കില്ലല്ലോ. അതുകൊണ്ട് അവർ, ഇതാണോ സീനിയർ അച്ഛൻ? ഈ അച്ഛനെടുത്ത് പ്രാർത്ഥിച്ച് എന്താകാനാന്ന് ചോദിച്ചു. അപ്പോൾ ശുശ്രൂഷ പറഞ്ഞു, ചേട്ടാ ഇവിടെ ഉള്ളതിൽ ഇപ്പോൾ സീനിയർ അച്ഛൻ ഈ അച്ഛനാണ്, അതുകൊണ്ട് ഈ അച്ഛനെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ. ഞാൻ വന്ന് വെറുതെ ആയിപ്പോയി, ഏതായാലും വേണ്ട. എന്നോട് ഞാൻ പറഞ്ഞു, എൻ്റെ അടുത്ത് വന്നു. ഞാൻ ചോദിച്ചു, എന്താ ചേട്ടാ കാര്യം? അതെ, ഞാൻ ഈ ഖാൻ ഫാദറിനെ കാണാൻ വേണ്ടി വന്നതാണ്. ഫാദർ തൊട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാ പ്രശ്നങ്ങളും, എല്ലാ കുട്ടികളുടെ പ്രശ്നങ്ങളും, അതുപോലെ എല്ലാ മുതിർന്ന പ്രശ്നം മാറുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വന്നതാണ്. എവിടുന്നാണ് വന്നത്? ഊട്ടിയിൽ നിന്ന്. ചേട്ടൻ ഊട്ടിയിലാണ് താമസം? നോ, ഞാൻ എൻ്റെ മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഇവനെ ഇൻ്റർനാഷണൽ സ്കൂളിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇവൻ്റെ ഭാര്യയുടെ അമ്മയും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ താമസിക്കുകയാണ്. ഇൻ്റർനാഷണൽ സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ ഇങ്ങനെ പറഞ്ഞു, അതെ അച്ഛാ, എനിക്ക് 3 മാസം മുമ്പ് ഞാൻ വിദേശത്താണ് ജോലി, വരും, അപ്പോൾ എനിക്ക് ഇവരെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഈ ഫാദറിനെ കണ്ടു പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ കുട്ടിക്ക് മാരകമായ രോഗം വല്ലതും ഉണ്ടോ? അങ്ങനെ രോഗമൊന്നുമില്ല അച്ഛാന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ അച്ഛാ രോഗമൊന്നുമില്ല, പക്ഷേ ഇവന് 1-2 പ്രശ്നങ്ങളുണ്ട്. എന്താ പ്രശ്നം? ഒന്നാമത്തെ പ്രശ്നം, എൻ്റെ അച്ഛൻ ഭയങ്കര ദേഷ്യമാണ് അച്ഛൻ, ഇവന് മുൻകോപമാണ് അച്ഛൻ. ഞാൻ എന്തേ ഒന്നും പറയാം, ഒന്ന് പറിച്ച് രണ്ടാമതിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് അച്ഛൻ. ഒരു ഉദാഹരണം, കഴിഞ്ഞ ദിവസം സ്കൂൾ വിട്ട് വരുന്ന വഴി അവൻ വന്നു ഷൂവിൻ്റെ ലേസ് അഴിച്ചുകൊണ്ടിരിക്കുക. അമ്മ എന്തോ പറഞ്ഞു, ഇഷ്ടപ്പെട്ടില്ല, ഷൂ എടുത്തൊരു ഒറ്റ ഏറ് 34 ഇഞ്ച് TV ഇട്ടിയും. ഇതാണ് ഇവൻ്റെ സ്വഭാവം. ഇവനെ കാണുമ്പോൾ തന്നെ അറിയാം, ഈ കോമ്പളാനും കീമ്പളാനും കൊടുത്ത് ഇങ്ങനെ പീപ്പക്കുറ്റി പോലെ മുരട്ടുകാള പോലെ ഇങ്ങനെയാണ് നിൽക്കുന്നത്, ഒരു ചിരി പോലും ഇല്ല. പ്രൈസ് ദി ലോർഡ്. അപ്പം ഭയങ്കര ദേഷ്യം, കാരണം ഒരു ചിരി പോലും ഇല്ല. അപ്പം ഞാൻ അപ്പനോട് ചോദിച്ചു, അല്ല നിങ്ങൾ ആർക്കാ ദേഷ്യം, ഭാര്യയ്ക്കാണോ ഭർത്താവിനാണോ? ചേട്ടൻ പറഞ്ഞു, ഞങ്ങൾക്ക് 2 പേർക്ക് നല്ല ദേഷ്യമായിട്ടാ. ഞാൻ മനസ്സിൽ പറഞ്ഞു, 10 ഗുണം 10 ഗുണം. പുറത്ത് പറയാൻ പറ്റുമോ? അപ്പനും അമ്മയ്ക്കും ദേഷ്യമാണെങ്കിൽ മക്കൾക്ക് ആരോട് പറയാൻ പറ്റും? മക്കളെ, നിങ്ങൾ എന്നെ വിചാരിക്കുന്ന ആരോട് പറയാൻ പറ്റും? അപ്പൻ്റെ അമ്മയുടെ സ്വഭാവം മക്കൾക്ക് വരും. വീണ്ടും ചേട്ടൻ പറഞ്ഞു, ഞാൻ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ പിള്ളേരെ പോലെയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറഞ്ഞു, അതെ ഇവർ പ്രാർത്ഥനാ പള്ളിക്കാരൻ ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥനയുടെ നേരെ ആവുന്നതിനും വരെ വായും പൊളിച്ച് TVയും കണ്ട് അയ്യോ എന്തെല്ലാം സന്തോഷം, എന്നാൽ മക്കളെ പ്രാർത്ഥിക്കും, അവിടെ വേദന ഇവിടെ വേദന, കക്കൂസി പോകണം, എന്തെല്ലാം പ്രശ്നങ്ങളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഇരിക്കും 11 മണിക്കൂർ. അപ്പോൾ ഇതാണ് ഇവൻ്റെ പ്രശ്നം. ഓഹോ അങ്ങനെയാണല്ലേ. ഏതായാലും ഈ ഖാൻ ഫാദർ തൊട്ട് പ്രാർത്ഥിച്ചാൽ എല്ലാം ശരിയാവും എന്ന് പറഞ്ഞു. ഇതിപ്പോൾ നടക്കണില്ല, ഏതായാലും അച്ഛൻ ഒന്ന് പ്രാർത്ഥിച്ചു വിടും, ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഊട്ടിയിൽ നിന്ന് വന്നല്ലേ, ഇരിക്കെ ചേട്ടാ, നമുക്ക് ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട ചേട്ടാ, ഞാൻ ഇരിക്കുന്നില്ല, എന്നെ പറഞ്ഞു വിട്ടാൽ ഞാൻ പ്രാർത്ഥിച്ച് പോകും. ഞാൻ വീണ്ടും ചേട്ടാ ഇത്ര ദൂരെ നിന്ന് വന്നല്ലേ ചേട്ടാ, ഇരിക്കെ ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. ചേട്ടൻ പറഞ്ഞു, അച്ഛാ ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. എന്ത് പറ്റി? ഇന്നലെ അവൻ എന്നെ കോമ്പസ് കൊണ്ട് കുത്തിയതാച്ചാ, വേണ്ടാത്ത ഭാഗത്ത് കുത്തി കിട്ടി, ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതാണല്ലേ.
എന്നാൽ ചേട്ടാ ഇരിക്കണ്ട, ഞാൻ പ്രാർത്ഥിച്ചേക്കാം, പിന്നെ അധികം നിർത്തുന്നത് ശരിയല്ല എനിക്ക് തോന്നി. ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഊറാറയൊക്കെ ഇട്ടിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും ഒരു അൽബ്യാസിയെ പോലെ ഇച്ചിരി അകന്ന് നിങ്ങളുടെ തലയിലോട്ടും കൈവച്ചു. നമ്മുടെ ആരോഗ്യം നമ്മൾ നോക്കണ്ടേ? അപ്പനെ കുത്തിവാനാണ് നിൽക്കുന്നത്. ഞാൻ ഇങ്ങനെ മാറി ഇങ്ങനെ തല അങ്ങോട്ട് വെച്ച് പ്രിയപ്പെട്ട സഹോദരൻ തലയിലോട്ട് കൈ വെക്കുകയും അവൻ്റെ കൈ ഒറ്റ തട്ട്. എന്നിട്ട് അപ്പനോട് ചോദ്യം, ഡാഡ് ഡു യു പ്രേ? എന്താ അർത്ഥം? എൻ്റെ അർത്ഥം, അപ്പ അപ്പം പ്രാർത്ഥിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത്രയും നേരം വീരവാദം അടിച്ച ചേട്ടൻ മുകളിലോട്ട് നോക്കി നക്ഷത്രം എണ്ണുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്ക് കാര്യം വിട്ടു, ചേട്ടനൊന്ന് മുട്ടുകുത്ത്, ചേട്ടനൊന്ന് മുട്ടുകുത്ത്. ഞാൻ ആദ്യം ചേട്ടൻ്റെ തലയിൽ ഒന്ന് കൈവെക്കാം. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ ശ്രദ്ധിച്ച്, നിങ്ങളുടെ മക്കൾ വഴിതെറ്റെന്നും പറഞ്ഞ് ഇന്ന് അനേകർ കണ്ണീരൊഴുക്കുമ്പം ആദ്യം ഒരു പക്ഷേ മാതാപിതാക്കളുടെ തലയിലായിരിക്കാം കൈവെക്കേണ്ടി വരിക. മാതാപിതാക്കളുടെ തലയിലാണ് കൈവെക്കേണ്ടി വരിക. പൊന്നു മാതാപിതാക്കളെ, ഞാൻ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, ശരിയാച്ചാ, പന്തിയാരം പ്രാർത്ഥനയുടെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റാറില്ല, ഭാര്യയും മക്കളും അവിടെ നിന്നൊക്കെ ചെയ്യുന്ന കേൾക്കാം, ഞാനിവിടെ കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കുക, അതാ അവൻ്റെ പണി. ഇത് കണ്ടല്ലേ കൊച്ചു വളരുന്നത്. ഡാഡ് ഡു യു പ്രേ? ഈ ചോദ്യത്തിന് മുമ്പിൽ അയാൾ ചൂളിപ്പോയി. ഇന്ന് ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കൾ ചിന്തിക്കണം, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഈ മക്കൾ കണ്ട് അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷം, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതം ഒരു വിശുദ്ധ ജീവിതമാക്കി മാറ്റിക്കഴിഞ്ഞിട്ട് നീ ആ മക്കൾക്ക് ഉപദേശം കൊടുത്താൽ ആ ഉപദേശം സ്വീകരിക്കും. അതാണ് തോബിത്തിൻ്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 21-ാം തിരുവാക്യം, ബുക്ക് ഓഫ് തോബിത്ത് ചാപ്റ്റർ 4:21. അവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണ് വചനത്തോട് പറയുക. അപ്പോൾ അവൻ മകനെ വിളിച്ച് പറയാണ്, മകനെ, നാം ദരിദ്രരായിരിക്കുന്നതിൽ നിനക്ക് ആദ്യം വേണ്ടടാ. നമ്മൾ പാവപ്പെട്ടവരാണോ? നിനക്ക് ടെൻഷൻ വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടാവുകയും നീ പാപത്തിൽ നകന്നിരിക്കുകയും ദൈവസന്നിധിയിൽ പ്രീതികരമായി പ്രവർത്തിക്കുകയും ചെയ്താൽ വലിയ സമ്പത്ത് കൈവരും. എന്തൊരു നല്ല ഉപദേശം കൊടുക്കുന്നത്. എന്നെ കണ്ട് പഠിക്കും മോനെ. നമ്മൾ ദരിദ്രരാണോ? നമുക്ക് വീടില്ലേ, വലിയ ജോലിയില്ലേ, ടെൻഷൻ വേണ്ട. നാം പാവപ്പെട്ട, നിനക്ക് ആദ്യം വേണ്ട. പക്ഷെ നീ ചെയ്യേണ്ട ഒന്നിട്ട് കാര്യമുണ്ട്. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടാവണം, നീ പാപത്തിൽ നകന്നിരിക്കണം, ദൈവസന്നിധിയിൽ പ്രീതികരമായി പ്രവർത്തിച്ചാൽ വലിയ സമ്പത്ത് നിനക്ക് കൈവരും. അതുകൊണ്ട് എൻ്റെ പൊന്നു മക്കളെ, നമ്മുടെ ജീവിതത്തിൽ മക്കൾക്ക് ദൈവഭക്തിയിൽ പരിശീലനം കൊടുക്കണം. അത് എപ്പോൾ കൊടുക്കണം ബൈബിൾ പറയുന്നുണ്ട്. വീണ്ടും ബുക്ക് ഓഫ് പ്രോവർബ്സ്, സുഭാഷിതം 22-ാം അധ്യായം 6-ാം തിരുവാക്യം. സുഭാഷിതം 22:6 ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഈ വചനം പഠിപ്പിക്കുന്നുണ്ട്. വായിക്കാം. ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, മലയാളത്തിൽ പറയുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ 5 ഘട്ടം ഉണ്ടെന്നാണ് പറയാം. 5 phases in the life of a human being. അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ശൈശവം. ഏതാണ്? രണ്ടാമത്തേതോ? വാർദ്ധക്യം. ഒരൊറ്റടി വെച്ച് ചിലർക്ക് ശൈശവം കഴിയുമ്പോൾ വാർദ്ധക്യ. രണ്ടാമത്തേതാണ്? ബാല്യം. മൂന്നാമത്തേത് കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതാണ് 5 ഘട്ടങ്ങൾ. ഇംഗ്ലീഷിലാണെങ്കിൽ ഇൻഫൻസി, അത് കഴിയുമ്പം ചൈൽഡ്ഹുഡ്, ടീനേജ്, അല്ല അഡോൾസൻസ്, അല്ലെങ്കിൽ അഡോൾസൻസ്, ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ അഡോൾസൻസ്, ടീനേജ്, പിന്നെ യൂത്ത്, ലാസ്റ്റ് വൺ ഏതാ? അവസാനത്തെ എക്സ്പയറി ഡേറ്റ്, അല്ല എക്സ്പയറി ഡേറ്റ് അല്ലോ, ഓൾഡ് ഏജ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് 5 ഘട്ടം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ 5 ഘട്ടത്തിൽ ബൈബിൾ പറയുന്നത് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കണം. ശൈശവം എന്ന് പറഞ്ഞാൽ എത്ര വയസ്സ് വരെ ആയിരിക്കും? മാക്സിമം ഒരു 6 വയസ്സ് വരെ ശൈശവം. പ്രൈസ് ദി ലോർഡ്. 7 തൊട്ട് 12 വരെ ബാല്യം. 13 കഴിഞ്ഞാൽ ടീനേജായി, പിന്നെ യൂത്ത്, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇങ്ങനെയാണ് 5 ഘട്ടങ്ങൾ. അപ്പം ഞാനൊരിക്കൽ ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും എന്നെ കാണാൻ വേണ്ടി ഒരു കോളേജ് അധ്യാപകനോട് കാത്തിക്കാണ്. ഫാദർ ഇങ്ങോട്ട് വരൂ. ഞാൻ പറഞ്ഞു, എന്താ? ഐ ആം എ പ്രൊഫസർ ഇന്ന കോളേജ്. ഓക്കെ സാർ. എന്താ? ഫാദറിൻ്റെ പ്രസംഗമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പറഞ്ഞു, താങ്ക് യു സാർ. പിന്നെ ഫാദർ ഒരു തിരുത്തം എനിക്ക് പറയാനുണ്ട്, അത് തിരുത്തണം. എന്താണ് അത്? ഈ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി അത് ശരിയല്ല. ഞാൻ പറഞ്ഞു, എന്തേ അച്ഛാ? നെല്ലും പതിരും തിരിച്ചറിയാൻ കാലഘട്ടത്തിൽ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവർക്ക് ബുദ്ധി ഉറക്കണ്ടേ? അതുകൊണ്ടൊരു 10-12 വയസ്സൊക്കെ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. അതുകൊണ്ട് ശൈശവത്തിലല്ല, ഒന്നെങ്കിൽ ബാല്യത്തിൽ അല്ലെങ്കിൽ ടീനേജിൽ, കൗമാരത്തിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് ദൈവത്തിൻ്റെ വചനമല്ലേ, ഞാൻ പറഞ്ഞതല്ലല്ലോ, അപ്പോൾ അതങ്ങനെ വേണ്ടേ പറയാൻ? ഉടനെ ചേട്ടൻ എനിക്ക് ഉപദേശം തന്നു. അതേ അച്ഛാ, ഈ ദൈവവചനം നമ്മൾ അതുപോലൊന്നും പറയാൻ പാടില്ല, അത് നമ്മൾ ബുദ്ധിയുക്തി ഉപയോഗിച്ചിട്ട് വേണം പറയാൻ. നമ്മളെന്താ ബുദ്ധി തന്നിരിക്കുന്നത്? അപ്പോൾ നമ്മൾ പറയുമ്പം അതൊക്കെ മാറ്റി നോക്കിയും കണ്ടുമൊക്കെ പറയണം. അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ബുദ്ധിജീവികൾക്ക് ഒരു വലിയ പ്രശ്നമാകുമെന്ന് പറയും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നു ചേട്ടാ, ഏതായാലും ഒടേ തമ്പുരാൻ എന്നെ കഴിഞ്ഞ ബുദ്ധിമാനാണെന്നും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ദൈവം ശൈശവം എന്ന് വെച്ചാൽ ശൈശവം തന്നെയാണ്, ഞാൻ ഇതിൽ മാറ്റാൻ പോകുന്നില്ല എന്ന് പറയും.
എന്താ പിന്നെ അച്ഛൻ നാണക്കേടാകും, പിന്നെ അത് ഞാൻ സഹിച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞ് ആ ചാപ്റ്റർ അവിടെ അവസാനിപ്പിച്ചു. പിന്നെ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. ഞാൻ ചോദിച്ചു എന്താ വീട്ടിൽ വിശേഷമൊക്കെ ഉണ്ട്. ഭാര്യ അവൾ ഒരു സ്കൂൾ ടീച്ചറാണ്, മക്കൾ 3 പേര്. മൂത്തവൻ അവൻ 7ാം ക്ലാസ്സിൽ, രണ്ടാമത്തേത് അത് ഇരട്ട കുട്ടികളാണ് അച്ഛാ. എത്രയിലെത്തി? ഉടനെ അച്ഛനോട് വാചാലനായി, എൻ്റെ അച്ഛ അവർ 2 പേരും ഇരട്ട കുട്ടികൾ, 2 പെൺകുട്ടികളാണ്, അവർ 1ാം ക്ലാസ്സിലെത്തി, വയസ്സ് 6. എങ്ങനെയുണ്ട് മക്കളൊക്കെ? എൻ്റെ അച്ഛ എൻ്റെ മക്കളായിട്ട് പറയും, തങ്കക്കട്ടികളല്ലേ, തങ്കക്കട്ടികൾ. എൻ്റെ അച്ഛാ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ എല്ലാത്തിനും, ഞാൻ പഠിക്കാനും എല്ലാത്തിനും, ആടാനും പാടാനും ഓടാനും ചാടാനും എല്ലാത്തിനും ഫസ്റ്റാണ് അച്ഛാ, ഫസ്റ്റ്. ഞാൻ ചോദിച്ചു ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? അതോട് വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പറഞ്ഞു. ഇംഗ്ലീഷൊക്കെ പറയുമോ എന്ന്. മണിയായിട്ടല്ല അച്ഛാ, നമ്മളും നാണിച്ച് മാറി നിൽക്കും, അതുപോലത്തെ ഇംഗ്ലീഷാണ്. അവിടെ ഏത് ഫംഗ്ഷൻ ഉണ്ടെങ്കിലും എൻ്റെ മക്കളാണ് അച്ഛാ ചെയ്യുന്നത്. ഇനി ഒരു ദിവസം മക്കൾ സ്കൂളിൽ പോയില്ലെങ്കിൽ ടീച്ചർമാർ വിളിച്ചു, എന്തേ കുട്ടികൾ വരാത്തത്? സ്കൂൾ ഉറങ്ങിപ്പോയി. അത്ര മാത്രമാണെന്ന് പറഞ്ഞു. ചേട്ടനോട് വാചാലനായി. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു മിനിറ്റ്, ഈ കുട്ടികൾ 2 പേര് ഇരട്ട കുട്ടികളല്ലേ, എത്ര വയസ്സുണ്ട്? 6 വയസ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എനിക്കൊരു സംശയം, ഈ 6 വയസ്സുള്ള ഈ കുട്ടികൾക്ക് ഒരു പരിചയമില്ലാത്ത ഇംഗ്ലീഷ് ഭാഷയിൽ ആടാനും പാടാനും ഒക്കെ അറിയാവോ എന്ന് വെച്ചാൽ എല്ലാ പാട്ടും അറിയാം, ഭയങ്കര കാര്യമായിട്ട്. ഞാൻ പറയും, എന്നിട്ട് എന്തുകൊണ്ട് ഇവർക്ക് ഇത്രയൊക്കെ അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ദൈവ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല? ഞാൻ ചോദിച്ചു, ഈ കുട്ടികൾ സ്കൂളിൽ പോയാൽ രാവിലെ 9 മണി മുതൽ 4 മണി വരെ സ്കൂളിൽ ടീച്ചർമാർ പറഞ്ഞ് അച്ചടക്കത്തോടെ കേൾക്കും. മണിയടിച്ചാൽ ചുണ്ടത്ത് വിരൽ വെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ കുട്ടികൾ എന്തുകൊണ്ടാണ് വീട്ടിൽ വന്നാൽ ഒരു 1/2 മണിക്കൂർ നിങ്ങളുടെ അടുത്ത് പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്താൻ പറ്റാത്തത്? ഈ സ്കൂളിൽ ചെല്ലുമ്പോൾ ഒരു സ്വഭാവം, വീട്ടിൽ വരുമ്പോൾ വേറൊരു സ്വഭാവം. പള്ളിയിൽ വരുമ്പോൾ വേറൊരു സ്വഭാവം, സ്കൂളിൽ ചെല്ലുമ്പോൾ വേറൊരു സ്വഭാവം. പള്ളിയിൽ വന്നാൽ എന്തുകൊണ്ട് കാളകളെ പോലെ ഓടി നടക്കുന്നത്? പൊന്നുമക്കളെ, നമ്മൾ പരിശീലനം കൊടുക്കാത്തതുകൊണ്ടല്ലേ. നിങ്ങളുടെ മക്കൾക്ക് ഒരു പരീക്ഷയ്ക്ക് മാർക്ക് കുറഞ്ഞാൽ ഓടിപ്പോയി ടീച്ചറിനെ പേടിപ്പിക്കുമല്ലോ, ട്യൂഷൻ ടീച്ചറിനെ എന്താ എൻ്റെ കൊച്ചിന് മാർക്ക് കുറഞ്ഞു, എന്താ എൻ്റെ കൊച്ച് ജയിച്ചില്ല? ഈ മക്കൾ പള്ളിയിൽ പോകുന്നുണ്ടോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? കുമ്പസാരിക്കുന്നുണ്ടോ? ഇവർ ആത്മീയ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടോ? എവിടെ നേരെ ഇതൊക്കെ ചോദിക്കാൻ? പൊന്നുമക്കളെ, ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, നിന്റെ ജീവിതത്തിൽ നീ ബാക്കിയെല്ലാം കൊടുത്താലും ദൈവഭക്തിയുള്ള പരിശീലനം കൊടുത്തിട്ടില്ലെങ്കിൽ ആ കുടുംബം, ആ വ്യക്തി തകർന്നടിയും.